ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. വൈകുന്നേരങ്ങളിലെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു പലഹാരമാണ് ചിക്കൻ ബോണ്ട. ഇത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിലും രുചിയിലും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിക്കൻ ബോണ്ട തയ്യാറാക്കുന്നതിനായി 250 ഗ്രാം ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ 2 വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും ചേർത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായി വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഒരു 3 വിസിലും മതിയാകും. അപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ എല്ലെല്ലാം മാറ്റി ഇതൊന്ന് ചെറുതായി പിച്ചിയെടുക്കാം. ഇനി മസാല തയ്യാറാക്കുന്നതിനായി ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്തൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്തൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഇടത്തരം വലിപ്പമുള്ള 2 സവാള ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ഇത് തവി കൊണ്ട് നന്നായി ഉടച്ച് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്താൽ മസാല റെഡി. ഇനി ഈ മസാലയുടെ ചൂട് ചെറുതായി ഒന്ന് ആറിയതിന് ശേഷം ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഇനി ഇത് പൊരിച്ചെടുക്കുന്നതിന് ആവശ്യമായ മാവ് തയ്യാറാക്കുന്നതിനായി 1 കപ്പ് കടലമാവ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 പിഞ്ച് കായപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് തയ്യാറാക്കിയെടുക്കുക. അധികം ലൂസാകാതെയുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. അതേപോലെ ഒരുപാട് തിക്കാകാനും പാടില്ല. ഇനി ഓരോ ഉരുളകൾ മാവിൽ മുക്കി പൊരിച്ചെടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചുവിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ചിക്കൻ ബോണ്ട തയ്യാറായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലെ ചായക്കൊക്കെ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.